photography. ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ്. അത് കാരണം വേറെ എവിടെയും പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ സ്കൈ കുറച്ച് നല്ലതാണ്. എയറോപ്ലെയിൻ ഇന്ന് അത്യാവശ്യം നല്ല കുറച്ച് വെതർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് വെച്ചിട്ട് ഉള്ള സാഹചര്യം വെച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഹലോ, ഇൻസി ഫോട്ടോഗ്രാഫിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ ആണ്. ഞങ്ങൾ 3 പേരും കൂടി പിക്ടണിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ആണ് പിക്ടൺ. മാൾബ്രോ റീജിയണിൽ 2ാമത്തെ വലിയ ടൗൺ ആണിത്. വെറും 4800 ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. പിക്ടണിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ച മെമ്മോറിയൽ സെൻട്രൽ പാർക്കും അതുപോലെ തന്നെ ഫോർഷോറാണ്. അതായത് ഒരു ചെറിയൊരു സാൻഡ് ബീച്ച്. നല്ല അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്ത ലോണും പാം ട്രീസും ഈ സ്ഥലത്തിന്റെ ഹൈലൈറ്റ് ആണ്. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് 350 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് മാറി സൗത്ത് ഐലൻഡ് റെയിൽവേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പിക്ടണിലാണ്. ചരിത്രപരമായ മൗറി ഗോത്ര പൂർവികരുടെയും അവരുടെ തിമിംഗല വേട്ടയും സൂചിപ്പിക്കുന്നൊരു പില്ലറാണിത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വാട്ടർ പ്ലേ ഏരിയ ഇവിടെയുണ്ട്. എഡ്വിൻ ഫോക്സ് ഷിപ്പുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഈ കൺസ്ട്രക്ഷന്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിക്ടണിലാണ്. നോർത്ത് ഐലൻഡിനെയും സൗത്ത് ഐലൻഡിനെയും കണക്ട് ചെയ്യുന്ന ഫെറി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം, ഓൾറെഡി ഒരു ഷിപ്പ് വന്ന് കിടപ്പുണ്ട്. എഡ്വിൻ ഫോക്സ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എഡ്വിൻ ഫോക്സ് ഷിപ്പിനെ പറ്റി അറിയാനാണ്.
അത് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്ത്യ കൽക്കട്ടയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞതുപോലെ ന്യൂസിലാൻഡിൽ ആദ്യമായിട്ട് സെറ്റിലേഴ്സ് എത്തിയ ഷിപ്പ് ഇതാണ്. 1853 കൊൽക്കത്തയിൽ തേക്ക് കൊണ്ടാണ് അവൾ നിർമ്മിക്കപ്പെട്ടത്. അവളുടെ കന്നിയാത്ര കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ലണ്ടനിലേക്കായിരുന്നു. അവൾ പിന്നീട് ക്രിമിയൻ യുദ്ധത്തിൽ ഒരു സൈനിക കപ്പലായി സേവനത്തിൽ പ്രവേശിച്ചു. പിന്നീട് യാത്രക്കാരെയും ചരക്കുകളെയും വഹിച്ചു. 1856 ഫെബ്രുവരി 14 ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് അവൾ തന്റെ ആദ്യ യാത്ര ആരംഭിച്ചു. തുടർന്ന് ചൈനീസ് തുറമുഖങ്ങൾക്കിടയിലുള്ള വ്യാപാരത്തിലേക്ക് മാറി. 1858 അവളെ ഒരു കൺവിക്ട് ഷിപ്പ് അഥവാ കുറ്റവാളികളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഷിപ്പാക്കി ബ്രിട്ടീഷ് സർക്കാർ മാറ്റി. 1873 മുതൽ ന്യൂസിലാൻഡിലെ ഇമിഗ്രന്റ് റൂട്ടിൽ സേവനം അനുഷ്ഠിച്ചു. 751 കുടിയേറ്റക്കാരുമായി വിദൂരതയിലുള്ള ന്യൂസിലാൻഡിലെ പുതിയ കോളനിയിലേക്ക് 4 യാത്രകൾ നടത്തി. 3 മാസമുള്ള ഈ യാത്ര വളരെ കഠിനമായിരുന്നു. ഈ മ്യൂസിയത്തിനുള്ളിൽ ഇപ്പോൾ അവരുടെ പല ഭാഗങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ ഷിപ്പിന്റെ അവസ്ഥ. ന്യൂസിലാൻഡ് ചരിത്രത്തിലെ പ്രധാനമായ പങ്കുവഹിച്ച ഒരു ഷിപ്പ്. 2 വർഷം മുന്നേ വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനുള്ളിലേക്ക് ആർക്കും തന്നെ പ്രവേശിക്കാൻ പറ്റില്ല. മരങ്ങളൊക്കെ ദ്രവിച്ച് ഏകദേശം നിലത്ത് വീഴാനായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 30 വർഷമായി പിക്ടണിൽ കപ്പൽ സംരക്ഷിച്ചു പോകുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് മാഞ്ഞുപോയ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമായി ഈ വിളി ഇവിടെ ഉറങ്ങുന്നു. നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ലൊക്കേഷനിലാണ് ന്യൂ ഇയറിൽ ഫയർ വർക്ക്സ് നടക്കുന്നത്. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയുള്ള മറ്റ് കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ജെയ്ഡൻ കുറേ ഡക്കിനെ കണ്ടത്. അപ്പോൾ അവൻ ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം, പെറ്റാക്കണം എന്നാണ് അവൻ്റെ അഭിപ്രായം. പിക്ടൺ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കഴിഞ്ഞ വർഷം 47 ക്രൂയിസ് ഷിപ്പുകൾ പിക്ടണിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 2700 പാസഞ്ചേഴ്സ് ഉള്ള വെർജിൻ വോയേജസ് ക്രൂസ് ലൈനർ റെസിലന്റ് ലേഡി ഉൾപ്പെടുന്നു. 2020 കണക്കുകൾ പ്രകാരം $29 മില്യൺ മാൾബ്രോയിലേക്ക് ഇതുവഴി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ബോട്ടുകളൊക്കെ മാൾബ്രോ സൗണ്ട്സിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. എന്താണ് മാൾബ്രോ സൗണ്ട്സ്? സൗത്ത് ഐലൻഡിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മുങ്ങിപ്പോയ നദീതടങ്ങളുടെ ഒരു ശേഖരമാണ് മാൾബ്രോ സൗണ്ട്സ്. 1500 കിലോമീറ്ററിൽ ദ്വീപുകളും ഉപദ്വീപുകളും ചെങ്കുത്തായ മരങ്ങൾ നിറഞ്ഞ കുന്നുകളും ശാന്തവും ഒറ്റപ്പെട്ടതുമായ ഉൾക്കടലുകളുടെ സംയോജനമാണ് മാൾബ്രോ സൗണ്ട്സ്. ഹൈക്കിംഗ്, കയാക്കിംഗ്, ഡൈവിംഗ് തുടങ്ങിയ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾക്ക് അനുയോജ്യമായ സ്ഥലമായി മാറുന്നു മാൾബ്രോ സൗണ്ട്സ്. നമ്മളിപ്പോൾ ഇവിടെയുള്ള സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഒരുപാട് ഗിഫ്റ്റ് ഷോപ്സ്, ന്യൂസിലാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ക്ലോത്തിങ്സ്, സുവനീറൊക്കെ കിട്ടുന്ന ധാരാളം കടകളുണ്ട് ഇവിടെ. കുറച്ചധികം പബ്ബുകളും റെസ്റ്റോറൻറ്റ്സും ഈ ടൗണിലുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ടൗണിലെ ക്ലൈമറ്റ് അങ്ങ് മാറി. പെട്ടെന്ന് മഴ തുടങ്ങി. ഇവിടെ നിന്ന് വല്ലാത്തൊരു മഴ പെയ്യാൻ തുടങ്ങി. റിയലി ബ്യൂട്ടിഫുൾ. സമയം ഏകദേശം 3:30ആയി. സൂര്യൻ ഓൾറെഡി മായാനും തുടങ്ങി. വിന്റർ ആയത് കാരണം ഇപ്പം നേരത്തെയാണ് ഇവിടുത്തെ സൂര്യാസ്തമയം. ഈ ബ്രിഡ്ജ് കയറി കുറച്ച് മുന്നോട്ട് പോയ ഷെല്ലി ബീച്ചാണ്. എന്നാൽ അതുകൂടി കവർ ചെയ്യാൻ പ്ലാനായി.
ഞാൻ ആ ബ്രിഡ്ജിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ ഒന്നുകൂടി ക്യാമറ ഈ വാട്ടർ ഫ്രണ്ടിലേക്ക് തിരിച്ചു. കാണാൻ നല്ല രസമുണ്ട്. ഡ്രോണ് പറത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായ രണ്ടുപേരും ഓൾറെഡി മുന്നോട്ട് നടന്നിരുന്നു. നമ്മളങ്ങനെ ബോട്ടുകളും കാഴ്ചകളും കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അപ്പോഴാണ് പിക്ടണിലെ റോയിങ് ക്ലബ്ബ് കണ്ടത്. ഇവരുടെ ആഭിമുഖ്യത്തിൽ പലപ്പോഴായി റോയിങ് അഥവാ വള്ളംകളി ഈ കായലിൽ നടക്കാറുണ്ട്. നടന്ന് നമ്മളങ്ങനെ ഷെല്ലി ബീച്ചിലെത്തി. കുറേ ഷെല്ലുള്ളത് കൊണ്ടാണോ ഈ ബീച്ചിന് ഷെല്ലി ബീച്ച് എന്ന പേര് വന്നതെന്നൊരു സംശയമുണ്ട്. നല്ലൊരു കാഴ്ചയാണ് അവിടെ കണ്ടത്. രണ്ടാമതൊരു ഫെറി റിവേഴ്സ് എടുത്ത് ഹാർബറിൽ ഡോക്ക് ചെയ്യാനുള്ള പരിപാടിയാണത്. നമ്മളന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഇതിലേതൊരു ഫെറിയാണ് ആ മുന്നിൽ കാണുന്ന ഹില്ലിൽ അടിച്ചത്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജെയ്ഡൻ ഓൾറെഡി ടയർഡായി. നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഒരു ചെറിയ മരത്തിന് ചങ്ങലയും ലോക്കും ഇട്ടേക്കുന്നത്. വയനാട്ടിലെ ഒരു മരത്തെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവിചാരിതമായി എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടുകൂട്ടി. അവൻ ഫിഷിങ്ങിലൊരു പുലിയാണ്. ഷോൺ ആസ് യൂഷ്വൽ തണുപ്പൊന്നും വകവെക്കാതെ ഫിഷിങ് തുടങ്ങി. നമ്മൾ അവിടുന്ന് മെല്ലെ അവനോട് ഗുഡ് ബൈ പറഞ്ഞു. തിരിച്ച് വണ്ടിയിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ലാസ്റ്റായിട്ടൊന്നുകൂടി ഡ്രോൺ പറത്തി. അപ്പോൾ ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടുവരൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ കിരൺ സൈനിങ് ഔട്ട്.